വിജയിക്കാം എന്ന ഈ ടോപ്പിക്ക് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ഒത്തിരി ആളുകൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ഒരു സെഷൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എന്നത് പഠിക്കാൻ വേണ്ടിയാണ് പലരും വന്നത്. സ്വാഭാവികമായിട്ടും അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ആ ചോദിക്കാനുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും അവരൊരു പക്ഷേ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ അതിനൊരു മറുപടി സാറ് പറയുമോ എന്ന് ചിന്തിക്കുന്നതിനുപരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യുക. അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനുശേഷം നമുക്ക് ഈ പറയപ്പെട്ട എന്തും ലൈഫിൽ ഉണ്ടാകുന്ന ഏത് ഇഷ്യൂസിനും നമുക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആളുകൾ ഇന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഇന്നത്തെ എങ്ങനെ ലൈഫിൽ വിജയിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, അതാണ് നമ്മുടെ സെഷൻ. പക്ഷെ എങ്കിലും ചില ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ, അതിന് മാറ്റം ഉണ്ടാവുമോ എന്നത്. അപ്പൊ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, മനസ്സിലാക്കാം എന്നതായിരുന്നു. അതേപോലെ തന്നെ ഒരു ലൈഫിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതിന് ഉണ്ടായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാൾക്ക് ഒന്ന് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് ഈ സെഷനോട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കുറെ ആളുകൾ ഇങ്ങനെ സ്ഥിരമായി ചോദിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരുപക്ഷെ ഈ സെഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണോ, ഇതിൽ ഞങ്ങളുടെ ഇഷ്യൂസിനൊക്കെ പരിഹാരം ഉണ്ടാകുമോ എന്ന രൂപത്തിലൊക്കെ ഒരുപക്ഷെ അവർ ചിന്തിച്ചേക്കാം. അപ്പൊ ആദ്യം തന്നെ ലൈഫിൽ ഈ രൂപത്തിൽ പേടി, ടെൻഷൻ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇഷ്യൂസിന് പരിഹാരം കാണാൻ പറ്റാത്തതായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരാൾക്ക് ഒന്ന് സംസാരിക്കാം. മൈക്ക് പോയിന്റിലോട്ട് വന്ന് ഒന്ന് സംസാരിക്കാം. ലൈഫിൽ മാറ്റം വന്ന ഒരാൾ സംസാരിച്ചോളൂ. ആരായിരുന്നു? ഞാൻ പറയട്ടെ. ഉറക്കെ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സംസാരിച്ചോളൂ. നമസ്കാരം എല്ലാവരോടും. ഞാൻ ഹാപ്പി പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ 5-ാം തീയതി മുതലാണ്. ഈ മെയ് 5 മുതൽ അന്ന് കോഴിക്കോട് വെച്ച് നടന്ന EFT കോഴ്സിൽ ബേസിക്കിൽ പങ്കെടുത്തു. അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ച നടന്ന അഡ്വാൻസ്ഡ് ക്ലാസ്സിലും പങ്കെടുത്തു. അതിൽ ഞാൻ EFT പങ്കെടുത്തത് മുതൽ തന്നെ ഞാൻ ഒരുപാട് ടെൻഷൻസ്, സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ കേൾക്കുന്നില്ലേ? കേൾക്കാം സർ. EFTയുടെ ക്ലാസ്സിൽ, ബേസിക് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 21 ദിവസത്തോളം അത് തുടർച്ചയായി ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് പറയുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് എനിക്കിപ്പോ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയതും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. മറ്റു പല ആളുകളും എന്തെങ്കിലും പറയുമ്പോൾ ടെൻഷൻ അടിക്കുകയും അതിലൂടെ നമ്മുടെ ചിന്തയെ പല ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് മാറി നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിലേറെ സന്തോഷിക്കാനുള്ള വഴികൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാനും, നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷകരമായ അവസ്ഥ എന്താണോ അതിലേക്ക് നമ്മൾ ചിന്തകളെ കൊണ്ടുപോയി സദാസമയം സന്തോഷത്തോടു കൂടി നിൽക്കാനും എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഹാപ്പി പാർക്കിനും കരീം സാറിനും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, വളരെ സന്തോഷം. ശരി, അപ്പൊ നമ്മൾ ഇതിലോട്ട് കിടക്കാം. അപ്പൊ നേരത്തെ ചോദിച്ച ആളുകൾക്കുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ്. കാരണം അത്രയും സമയം വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതൊക്കെ ശരിപ്പെടുമോ എന്നൊരു ഉദാഹരണമാണ് പറഞ്ഞതാണ്. അതേപോലെ തന്നെ വേറെ കുറെ ആൾക്കാർ പലതും ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് മറുപടി പറയാം. ആദ്യം നമ്മൾ ഇന്നത്തെ സെഷൻ ഒന്ന് കേൾക്കാം. അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്, അതിനുശേഷമാണ് ബാക്കിയെല്ലാം. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ.
അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളോട് പോകേണ്ടത്. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ലൈഫിൽ ജയവും പരാജയങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് അയാളുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാം. കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ അവസാനം നമ്മൾ പറയും വെയിറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വി ഹാവ് ടു മൈൻഡ്. നമുക്ക് മനസ്സിന് 2 ലെയറുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2 ലെയറുകളാണ് മനുഷ്യന്റെ മനസ്സിനുള്ളത്. ഒന്ന്, നമ്മൾ ബോധപൂർവം ശ്രദ്ധാപൂർവം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെയർ, അതിനെ ബോധതലം എന്ന് പറയുന്നു. മറ്റൊന്ന്, നമ്മൾ അറിയാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്, അതിനെ നമ്മൾ ഉപബോധതലം എന്ന് പറയുന്നു. അപ്പൊ ബോധതലമെന്നും ഉപബോധതലമെന്നും 2 ലെയറുകളാണ് മനസ്സിനുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ ബോധതലം എന്ന് പറയുമ്പോൾ, ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത്, എൻ്റെ ഈ ടോക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തുവാണ് ഇപ്പോ ഈ സെഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് എനിക്ക് ഗുണമുള്ളതാണോ, അതല്ലെങ്കിൽ ഇതിന്റെ സമയം വേസ്റ്റ് ആവുമോ, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ മനസ്സിന്റെ ബോധതലമാണ്. ബോധതലമാണ്. ഒരാൾ നമ്മൾ കാണുമ്പോൾ അയാൾ എവിടുന്ന് വരുന്നു, ഏത് നാട്ടുകാരനാണ്, അയാളിട്ട ഡ്രസ്സ് എന്താണ്, എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ വരുന്നു, എന്തുകൊണ്ട് അയാൾ അങ്ങോട്ട് പോകുന്നില്ല, എന്താണ് അയാൾ ആ വീട്ടിലേക്ക് പോകാൻ കാരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ലെയറിന്റെ പേരാണ് ബോധ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ബോധ മനസ്സിന് സത്യത്തിൽ 10% അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ ശക്തിയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബോധ മനസ്സിന് ഏകദേശം 10% മാത്രമേ പവറുള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, അത് വിജയമാവട്ടെ പരാജയമാവട്ടെ, ടെൻഷനുകളാവട്ടെ, സമൃദ്ധിയാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, എല്ലാം ഇതിനെല്ലാം ബേസ് കിടക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഉപബോധ തലം എന്ന് പറയുന്ന ലെയറിലാണ്. ബോധതലം എന്ന ലെയറിലല്ല, ഉപബോധ തലം എന്ന ലെയറിലാണ്. ഈ ഉപബോധ തലത്തെ നമ്മൾ ഇൻഫിനിറ്റ് ഇന്റലിജൻസ്, അനന്തമായ ബുദ്ധി എന്നാ ഇതിന് പറയാം. അനന്തമായ, ഇതിനൊരു ഒരു 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 പരിധിയില്ല. ഈ ഉപബോധ തലത്തിന് ഒരു പരിധിയില്ല. ഒരു പരിധിയും നിശ്ചയിക്കുവാൻ സാധിക്കാത്ത അത്രയും വിപുലമാണ് മനുഷ്യന്റെ ഉപബോധ തലം എന്ന് പറയുന്ന ലയം. അപ്പോ സ്വാഭാവികമായിട്ടും അനന്തമായി കിടക്കുന്ന, യാതൊരു പരിധിയോ പരിമിതിയോ ഇല്ലാതെ വിശാലമായി കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഉപബോധ തലം എന്ന് പറയുന്ന ലെയറിനെ ഉപയോഗിക്കുവാൻ, ബോധപൂർവം ഉപയോഗിക്കുവാൻ ആര് പഠിച്ചോ, ആര് പ്രാക്ടീസ് ചെയ്തോ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ജീവിതത്തിൽ വിജയിച്ചവർ എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, 10% മാത്രമുള്ള, നമ്മൾ കേവലം വിലയിരുത്തുന്നത്, ഈ 10% മനസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്, എൻ്റെ കാര്യമൊക്കെ പോയി, എനിക്ക് നല്ലൊരു ജോലി കിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ശരിയാവില്ല, എൻ്റെ എന്താ പറയാ, എനിക്ക് എന്നും ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, എൻ്റെ അസുഖം മാറില്ല, ഇതൊക്കെ ഈ രൂപത്തിലുള്ള ചിന്തകളൊക്കെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിനും പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ 10% മാത്രമുള്ള നമ്മുടെ മനസ്സിനോടാണ്. എന്നാൽ ഇൻഫിനിറ്റ് ഇന്റലിജൻസ്, അനന്തമായ ബുദ്ധി എന്നറിയപ്പെടുന്ന ഉപബോധ തലം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഈ ലെയർ, ഇതാണ് മനുഷ്യന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയും. അപ്പൊ ഇതിനെ നമുക്ക് മാസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് വരുതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പഠനം, ആ ഒരു പരിശീലനമാണ് ഒരു മനുഷ്യൻ അയാളുടെ ആയുസ്സിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം. ഐ റിപ്പീറ്റ്, ഒരാൾ തൻ്റെ തന്നെ ഉള്ളിലുള്ള ഈ ഒരു ഉപബോധ മനസ്സെന്ന് പറയുന്ന മനസ്സിന്റെ ആഴത്തിലുള്ള രണ്ടാമത്തെ തലത്തെ, അതായത് ഇൻഫിനിറ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്ന
അനന്തമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്ന ഈ ഒരു ഉപബോധ മനസ്സെന്ന് പറയുന്ന ലെയറിനെ ഒരാൾ ഉടമപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിൽ സ്വാധീനം ചെലുത്തുവാനോ ഒരു വ്യക്തി നേടുന്ന പരിശീലനമാണ് ആ വ്യക്തിയുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോ ഏതൊരാൾ ശരി ഇങ്ങനെയൊക്കെ ഉണ്ടോ സംഭവം, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആ വിഷയത്തെ കുറിച്ചൊന്ന് പഠിക്കണമല്ലോ, എനിക്കും ആ കാര്യത്തെ കുറിച്ചൊന്ന് പഠിക്കണമല്ലോ, ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതൊരാൾ തൻ്റെ തന്നെ ഉള്ളിലുള്ള ഉപബോധ തലത്തെ പഠിക്കുവാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നുവോ അയാൾ ചെയ്യുന്ന കാര്യമാണ്, അയാൾക്ക് വേണ്ടി ചെയ്യുന്ന അക്കാര്യമാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ കാര്യം. Can you agree with me, my dear friends? Please type yes or no. അതായത് അനന്തബുദ്ധി നമ്മുടെ ഈ ബോധമല്ല, അനന്തമായ ഈ ഒരു ഇൻഫിനിറ്റ് ഇന്റലിജൻസിനെ വരുതിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ തന്നെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതാണ് ഒരു വ്യക്തി അയാളോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലോകത്തോട് ചെയ്യുന്ന ഈ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകരമായ കാര്യം എന്നതാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ടൈപ്പ് ഇഫ് യു അഗ്രി. നിങ്ങൾ അഗ്രി ചെയ്യുന്നെങ്കിൽ ടൈപ്പ് ചെയ്ത്, എല്ലാവരും ടൈപ്പ് ചെയ്ത്, പ്ലീസ് ടൈപ്പ്. എത്ര ആൾക്കാർ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ? യെസ്, പ്ലീസ് ടൈപ്പ്, പ്ലീസ് ടൈപ്പ്. നിങ്ങളോട് പറയിപ്പിക്കുന്നത് എന്തിനാ ചോദിക്കുകയാണെങ്കിൽ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് സത്യം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഈ ഉപബോധ മനസ്സിന് ഇത്രയൊക്കെ ശക്തി ഉണ്ടെങ്കിലും ഈ ഉപബോധ മനസ്സെന്ന് പറയുന്ന ഈ ലെയറിന് ഒരു പ്രശ്നമുണ്ട്. ശക്തിയുണ്ട്, പക്ഷേ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ ഈ ഉപബോധ മനസ്സിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് 10% മാത്രമുള്ള നമ്മുടെ ബോധ മനസ്സാണ്. അവിടെയാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. ഉപബോധ മനസ്സ് ഇത്രയും പവർ ഉണ്ടെങ്കിലും അത് സ്വന്തമായിട്ട് നമുക്ക് നന്മ കൊണ്ടുവരികയോ നമ്മുടെ അസുഖങ്ങൾ മാറ്റുകയോ നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ വേണ്ടി അത് സ്വയമേധ ഒന്നും ചെയ്യില്ല. പവർ ഭയങ്കര പവറാണ്. പക്ഷെ പവർ ഉണ്ടായിട്ട് കാര്യമില്ല, അത് സ്വയം നമ്മുടെ ലൈഫിനെ മാറ്റുവാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. പക്ഷെ അതിന് കൃത്യമായ നിർദ്ദേശം കൊടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ബോധ മനസ്സിനാണ്. ബോധ മനസ്സെന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ലെയറിനാണ് ഉപബോധത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവുള്ളൂ. ഇതാ അതിന്റെ ഡ്രോബാക്ക്. അപ്പോ ഒരു കാര്യം കൂടി ഉദാഹരണത്തിന് ഞാൻ പറയാം. ഏതുപോലെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കപ്പൽ അല്ലെങ്കിൽ വേണ്ട ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അവിടെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ട്, ലക്ഷോപലക്ഷം പട്ടാളക്കാരുണ്ട്, ആയുധങ്ങളുണ്ട്, ആയുധ സാമഗ്രികളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ യുദ്ധം ചെയ്ത മുഴുവനും പട്ടാളക്കാരാണ്. പട്ടാളക്കാരിട്ടാണ് കരുത്തുള്ളത്, അവരാണ് ചെയ്യുന്നത്. പക്ഷെ ഈ പട്ടാളക്കാർ എന്ത് ചെയ്യണമെങ്കിലും അവിടെ ചക്രവർത്തിയുടെ രാജാവിന്റെ ഉത്തരവ് വേണം. രാജാവ് ഉത്തരവിടുന്നു, അങ്ങനെ ചെയ്യൂ, പട്ടാളക്കാർ അങ്ങനെ ചെയ്യൂ. രാജാവ് ഉത്തരവിടുന്നു, ഇങ്ങനെ ചെയ്യൂ, പട്ടാളക്കാർ ഇങ്ങനെ ചെയ്യൂ. അപ്പൊ സ്വാഭാവികമായിട്ടും പട്ടാളക്കാർക്ക് ശക്തി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. രാജാവിന്റെ ഉത്തരവ് തെറ്റിയാൽ, രാജാവ് ഉത്തരവിടുന്നതിൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? എല്ലാ ശക്തിയും നാശത്തിലോട്ട് വരും. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് മനുഷ്യന്റെ ലൈഫിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പവറും ഉണ്ടെങ്കിലും ഈ പവറിനെ മുഴുവനും കൺട്രോൾ ചെയ്യുവാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിനുള്ള അധികാരം രാജാവാകുന്ന ബോധ മനസ്സിന്റെ കയ്യിലായതുകൊണ്ട് ഈ ബോധ മനസ്സിനാണ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. നേരത്തെ ഒരാൾ ഫീഡ്ബാക്ക് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബോധ മനസ്സിനാണ്, അതായത് കോൺഷ്യസ് മൈൻഡിനാണ് പരിശീലനം കൊടുത്തത്. കോൺഷ്യസ് മൈൻഡിന് പരിശീലനം കൊടുത്തപ്പോഴേക്കും അതിശക്തമായ മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചു. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ പരിശീലനം കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ പരിശീലനം കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഉപബോധം എന്ന് പറയുന്ന, അതായത് വിജയിക്കുവാൻ
നമ്മെ പണക്കാരാക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നമുക്ക് സമൃദ്ധി നൽകുന്ന ഈ ഒരു മനസ്സിനെ നമുക്ക് എടുത്തുപയോഗിക്കുവാൻ സാധിക്കും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരാൾ ബോധ മനസ്സെന്ന് പറയുന്ന ഈ രാജാവ് ഉത്തരവിടുകയാണ്. എന്താ ഉത്തരവിടുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. വളരെ ആഴത്തിലാണ് ഞാൻ ഈ പറയുന്നത്, വളരെ ആഴത്തിലാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എന്റെ കയ്യിൽ ഒരു പൈസയും വരൂല, അല്ലെങ്കിലും എനിക്ക് കഷ്ടകാലം തന്നെ. എന്റെ ഒരു കഥ, എന്റെ കുട്ടി ശരിയാവൂല, എന്റെ കടം ഇങ്ങനെ പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുന്നു, എന്നെ ഒരാളും സഹായിക്കില്ല, എന്നെ ഷുഗർ മാറില്ല, ഞാൻ എല്ലാ കാലവും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കണം. നോക്കൂ നിങ്ങൾ, ശരിക്കും ആലോചിക്കണം. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്ന ലെയറിന് കൊടുക്കുന്ന ഓർഡറുകളാണ്. മനസ്സിലായില്ല? അങ്ങനെ ഓർഡർ കൊടുക്കുമ്പോ, ഉദാഹരണമായിട്ട് എന്നെ ആർക്കും കണ്ണെടുത്താൽ കണ്ടൂടാ, ഞാനൊരു പാവപ്പെട്ടവനാണ്, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഒരു കാര്യത്തിനും തികയില്ല, ഞാനൊരു ദരിദ്രനാണ്. ഇതെല്ലാം ഒരു വ്യക്തി ഉപബോധ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഉപബോധ മനസ്സെന്ന് പറയുന്നത് അനന്തമായ ശക്തിയുള്ളതാണെങ്കിലും സ്വന്തമായിട്ട് ഈ ഉപബോധ മനസ്സിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ബോധ മനസ്സ് പറയണം. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്ത് സർ, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ടെൻഷനാണ്, എനിക്ക് അത്. അപ്പൊ അതൊക്കെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാതെ ഉപബോധ മനസ്സിലോട്ട് പോകുന്നു. അത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം? ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, ഈ ബോധ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിക്കുവാൻ സാധിക്കാതെ, ബോധ മനസ്സിനെ കയറൂരി വിട്ടുകൊണ്ട് നിരന്തരമായിട്ട് ആവശ്യമില്ലാത്തത് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും സ്വന്തം ഉപബോധ മനസ്സിന്, അതായത് നമുക്ക് എല്ലാം നേടിത്തരുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ നമ്മളിൽ സന്നിവേശിപ്പിച്ച ഈ ശക്തിയെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എതിരായിട്ട് നീക്കുക എന്ന പ്രവൃത്തിയല്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്ത് മഹാഭൂരിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഇതല്ലേ ഇന്ന് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഇതല്ലേ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ലൈഫിന്റെ പുരോഗതിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നമ്മളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഈ പവറിനെ നമുക്ക് വേണ്ടാത്ത കമാൻഡ്സുകൾ കൊടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ നിരന്തരം പറഞ്ഞ് ഇതിനെ നമുക്ക് എതിരാക്കി മാറ്റി. ഇതാണ് മനുഷ്യകുലം. ആ മനുഷ്യകുലം അവർക്ക് എതിരായിട്ട് സ്വയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭയാനകരമായ കാര്യം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അത് തന്നെ സംഭവിക്കുന്നു. എനിക്ക് പണമില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നില്ല. കമാൻഡാണ്. അങ്ങനെ കൊടുക്കാതെ നമുക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് പരിശീലനം ആവശ്യമാണ്. പരിശീലനം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. കാരണം അത് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ചെറിയ പ്രായത്തിൽ നമ്മൾ കണ്ടതും കേട്ടതും എന്താണ് മുത്തശ്ശിമാരും അതുപോലെ തന്നെ വലിയ പ്രായമുള്ള ആളുകളൊക്കെ നമ്മളോട് മുമ്പേ പറയാറുള്ളത്? പണം ശ്രദ്ധിക്കണം, പണം മരത്തിൽ കായ്ക്കൂല, പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിജയിക്കുക എന്ന് പറയുന്നത് കഠിനമായി അധ്വാനിക്കണം, എങ്കിൽ തന്നെ കിട്ടിയാൽ കിട്ടി. ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട്, ഒരു ബ്ലൂ പ്രിന്റുമായി വന്ന ആൾക്കാരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ബോധ മനസ്സിനെ കൃത്യമായ രൂപത്തിൽ ഒരു പരിശീലനം കൊടുത്തിട്ടില്ല എങ്കിൽ സുനിശ്ചിതമായിട്ട് ഞാൻ പറയുന്നു അപകടങ്ങൾ സംഭവിക്കും. ആ അപകടങ്ങളാണ് ഇന്ന് മനുഷ്യരാശി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം, ഒരേ ബ്രെയിൻ, ഒരേ മനസ്സ്, ഒരേ കിഡ്നി, ഒരേ ഹാർട്ട്, ഒരേ ലെൻസ് എല്ലാം ഒരുപോലെ ആണെങ്കിലും എന്തുകൊണ്ടായിരിക്കും ആളുകൾ വ്യത്യസ്ത രൂപത്തിലുള്ള ജീവിതം അനുഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ഊഹിച്ച് എന്തുകൊണ്ടായിരിക്കും? ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഒരേ മനസ്സ്, ഒരേ തലച്ചോറ്, ഒരേ കഴിവ്, ഒരേ ചുറ്റുപാട്, എന്നിട്ടും എന്തേ മനുഷ്യർ വ്യത്യസ്ത രൂപത്തിൽ ചില ആളുകൾ പാവപ്പെട്ടവരാകുന്നു, ചില ആളുകൾക്ക് എന്നും പ്രശ്നങ്ങൾ, ചില ആളുകൾ പ്രശ്നം തീർന്ന സമയമില്ല,
ചില ആൾക്ക് ഒരു ദിവസം ഓക്കെ, 2 ദിവസം നോട്ട് ഓക്കെ. എന്തുകൊണ്ടായിരിക്കും അത്? ഒന്ന് പറഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് സംസാരിക്കാൻ, എന്തുകൊണ്ടായിരിക്കും? ഒരേ ബ്രെയിൻ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരേ ബ്രെയിൻ, ഒരേ ശരീരം, എന്തുകൊണ്ടായിരിക്കും? ഇതാരാ സംസാരിച്ചാരാ? ഓക്കെ ഓക്കെ, നോക്കാം. സാർ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയും. ഒരേ ബ്രെയിൻ, ഒരേ മനസ്സ്, ഒരേ ബുദ്ധി, എന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക് വ്യത്യസ്ത അനുഭവം ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കാൻ എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ചില ആൾക്കാർ പറയും, എന്താ ചോദിക്കുകയാണെങ്കിൽ, കരീം സാറെ, വിജയിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മാതാപിതാക്കൾ അങ്ങനത്തെ സർക്കംസ്റ്റാൻസസ് അങ്ങനെ, അവരുടെ കുടുംബ പശ്ചാത്തലം അങ്ങനെ, അപ്പൊ അതുകൊണ്ട് വിജയിച്ച ആൾക്കാരെ കുറിച്ച് നിങ്ങൾ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിജയിച്ച ആളുകൾക്ക് അതിൻ്റെ അതനുസരിച്ചിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഉള്ളത് കൊണ്ടാണ് അവർ വിജയിച്ചത് എന്നായിരിക്കും ചില ആൾക്കാർ പറയാം. എന്നാൽ ഇത് തെറ്റാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിന് 2 ലെയർ പറഞ്ഞു, ബോധമൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞെത്തിയ എവിടെയും ചോദിക്കുകയാണെങ്കിൽ ഒരു കഥ പോലെ മനസ്സിലാക്കി പോകണം. എന്തുകൊണ്ട് ചില ആളുകൾ മാത്രം ജീവിതത്തിൽ പരാജയപ്പെടുന്നു, ചില ആളുകൾ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ഒരുപക്ഷെ ചില ആൾക്കാർ പറയും, അവര് വായിൽ സ്വർണ്ണക്കരടിയുമായി ജനിച്ചു. ഇറ്റ് ഈസ് റോങ്. ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് മുകേഷ് അംബാനി. അദ്ദേഹം പണക്കാരനായത് അച്ഛൻ പണക്കാരനായത് കൊണ്ട് സംശയമൊന്നുമില്ല. എന്നാൽ അച്ഛൻ ധീരുഭായ് അംബാനി പണക്കാരനായതോ? ഒന്നുമില്ലായിരുന്നു. വിദേശ രാജ്യത്ത് ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന ഒരു ജോലിക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ധീരുഭായ് അംബാനിയാണ്. ഒരു റിസോഴ്സസും ഇല്ല, ഒന്നും വേണ്ട. നമ്മുടെ യൂസഫ് അലി, അദ്ദേഹത്തിന് റിസോഴ്സസ് ഉണ്ടായിരുന്നു. APJ അബ്ദുൽ കലാം, അദ്ദേഹം വിജയിച്ചത് റിസോഴ്സസ് ഉള്ളത് കൊണ്ടാണോ? നമ്മൾ ഇന്ന് ഏറെ ആദരിക്കുന്ന അബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി റിസോഴ്സ് ഉള്ള ആളായത് കൊണ്ടാണോ? അതുമല്ലെങ്കിൽ ഒത്തിരി, ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഒരു റിസോഴ്സസും ഇല്ലായിരുന്നു. പാവങ്ങളായി ജനിച്ചു, ദാരിദ്ര്യത്തിൽ കുടുങ്ങി, ഉടുത്ത തുണി മാറ്റി ഉടുക്കുവാൻ മറ്റൊരു ഡ്രസ്സില്ലാതെ, ഒരു നേരം ഭക്ഷണം കഴിച്ച് അടുത്ത നേരം തുണി മുറുക്കി ഉടുത്ത് വിശപ്പടക്കിയ പാവപ്പെട്ടവരായ ആളുകൾ, അവരായിരുന്നു ഒത്തിരി ഇന്ന് വിജയിച്ച് കയറിയ ആളുകൾ. എന്തുകൊണ്ടായിരിക്കും അവർ? ചില ആൾക്കാർ ചിന്തിക്കും, കരീം സാർ, അതിനൊക്കെ ഒരു യോഗം വേണം. അതായത് അവർ ജനിച്ച സമയം, ഇന്ന രാശി, ഇന്ന മുഹൂർത്തം, എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അവരൊന്നും ആരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ മമ്മൂട്ടി ജനിച്ച അതേ സമയം, അതേ മുഹൂർത്തം, അതേ നക്ഷത്രം, എല്ലാം ഒരേ സമയത്ത് തന്നെ ഒരുപാട് മുഹമ്മദ് കുട്ടിമാരും, ഒരുപാട് ആളുകൾ, ഒരുപാട് മോഹൻലാൽമാരും, ഒരുപാട് യൂസഫലിമാരും ഒക്കെ അതേ സമയത്ത് ജനിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അവർക്കാർക്കും ഈ പറയപ്പെട്ട രാശി തെളിയാത്തത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ജനിച്ച സമയമോ, ജനിച്ച കാലമോ, ജനിച്ച സന്ദർഭമോ ഒക്കെയാണ് ഈ ജയപരാജയങ്ങളെ നയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, അല്ല, ജനനമോ ഒന്നുമല്ല. തീരുമാനിക്കുന്നത് ഇത് മാത്രമാണ്. അവർക്ക് അവരുടെ ബോധ മനസ്സിനെ പരിശീലിപ്പിക്കുവാൻ സാധിച്ചു. ഒന്ന്, അവർക്ക് ലൈഫിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുവാനും ആ ലക്ഷ്യത്തിലോട്ട് സഞ്ചരിക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായി. അവര് നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു. ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു. അത് തന്നെ. എന്തുകൊണ്ട് ബാറക് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന ദരിദ്രനായിട്ടുള്ള, അതായത് മാതാവും പിതാവും ചെറിയ പ്രായത്തിൽ സെപ്പറേറ്റ് ആയി മാതാവ് മാത്രം എടുത്തു വളർത്തിയ കെനിയൻ വംശജനായ ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റായി?
അതുപോലെ തന്നെ ബിൽ ക്ലിന്റൺ, നമുക്കറിയാം ബിൽ ക്ലിന്റൺ അമേരിക്കയിലെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റുമാരിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്കോളർഷിപ്പ് കൊണ്ട് മാത്രം പഠിച്ച്, മിടുക്കനായി പഠിച്ച് സ്കോളർഷിപ്പ് എടുത്തുകൊണ്ട്, അതായത് ഒരു പാവപ്പെട്ട കുട്ടിയായതുകൊണ്ട് സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പിൽ പഠിച്ചാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മാറിയത്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഒരു വീക്ഷണം ഉണ്ടായിരുന്നു, ഒരു തിങ്കിങ് പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് വിജയിച്ചവരും പരാജയപ്പെട്ടു? അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, വിജയിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ സാഹചര്യങ്ങളും അവരുടെ സർക്കംസ്റ്റാൻസസും ഒക്കെ കൃത്യമായി അവർക്ക് അനുകൂലമായത് കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയുന്നവർ തെറ്റാണ് പറയുന്നത്. മറിച്ച് വിജയിച്ച ആളുകൾക്ക് അവരുടെ സാഹചര്യമോ അവരുടെ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം, അവരുടെ സറൗണ്ടിങ്സോ എഡ്യൂക്കേഷനോ ഇതൊന്നും ആയിരുന്നില്ല അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനശില എന്ന് എഗ്രി ചെയ്യുന്ന ഒരു ടൈപ്പ് യെസ്, എസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്ത്. വിജയിച്ച ആളുകൾ വിജയിച്ചത് അവരുടെ സർക്കംസ്റ്റാൻസസ് നല്ലതായത് കൊണ്ടാണോ എന്ന് വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ സർക്കംസ്റ്റാൻസസ് കൊണ്ടല്ല വിജയിച്ചത്. അവർ വിജയിച്ചത് അവരുടെ ചിന്താഗതിയിൽ വരുത്തിയ മാറ്റമാണ്, അവരുടെ കാഴ്ചപ്പാടിൽ വരുത്തിയ മാറ്റമാണ് എന്ന് എഗ്രി ചെയ്യുന്നത് ടൈപ്പ് ചെയ്തേ. പ്ലീസ് ടൈപ്പ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കണല്ലോ, അതാണ് സത്യം. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇത് പോവും. അപ്പോ വിജയിച്ച ആളുകൾ വിജയിക്കുവാനും പരാജയപ്പെട്ട ആൾ പരാജയപ്പെടുവാനുമുള്ള രണ്ട് കാരണം. കാരണം നമ്പർ 1, അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. യെസ്, ഒരുപാട് ആളുകൾ യെസ് വെരി ഗുഡ്. നമ്മൾ തിരിച്ചറിയണം. എത്രയോ ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ ഫാദർ ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ, എൻ്റെ മദർ ഇങ്ങനെ, ഞാനെങ്ങനെ, എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ, അതുകൊണ്ട് ഞാനിങ്ങനെ, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, ഇഫ് യു വാണ്ട് എക്സ്ക്യൂസ് ഫോർ ഗിവ് സക്സസ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരാണെങ്കിൽ വിജയത്തെ അങ്ങ് മറന്നേക്കും. വിജയം എന്ന് പറയുന്ന സാധനം നിഘണ്ടൂരില്ല. സക്സസ് ആണെങ്കിൽ എക്സ്ക്യൂസ് ഇല്ല. എക്സ്ക്യൂസ് എപ്പോഴും ഒത്തിരി ആൾക്കാർ പറയാറില്ല, സർ ഞാൻ എല്ലാ ദിവസവും രാവിലെ സൗജന്യമായിട്ട് സെഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും സൗജന്യമായിട്ട് ക്ലാസ് കൊടുക്കുന്നു, സൗജന്യമായിട്ട് കൊടുക്കുന്നു. എന്തിനു കൊടുക്കുന്നു? ഈ ഒരു മാനസികാവസ്ഥയിൽ ആൾക്കാർക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ചില ആൾക്കാർ പറയും, സർ ഉറങ്ങിപ്പോയി, സർ സമയമില്ല, സർ രാത്രി അങ്ങനെയാവും. അതായത് എന്തിനും എക്സ്ക്യൂസ്. മനസ്സിലായി? അപ്പോ തിരിച്ചറിയുക, 2 കാരണമാണ് വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ളത്. ഒന്ന്, വിജയിച്ച ആളുകൾക്ക് പരാജയപ്പെട്ട ആളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഒരു മാപ്പ് ഉണ്ട്, ഒരു ഉള്ളിലൊരു കാഴ്ചപ്പാടുണ്ട്. പരാജയപ്പെട്ട ആളുകൾക്ക് ഇല്ലാത്ത ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് വിജയിച്ച ആൾക്കുണ്ട്. പരാജയപ്പെട്ട ആൾക്കാർക്ക് ഇല്ലാത്ത ഒരു ബ്ലൂ പ്രിന്റ് വിജയിച്ച ആളുകൾക്കുണ്ട്. ഒന്നാമത്തെ കാരണം, അതുകൊണ്ട് അവർ വിജയിച്ചു. രണ്ടാമത്തെ കാരണം, അവർ വിജയിക്കുവാൻ ആവശ്യമായ ബ്ലൂ പ്രിന്റ് ഉണ്ട് എന്ന് മാത്രമല്ല, ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് അവർ പണിയെടുത്തു, ആക്ഷൻ എടുത്തു. രണ്ടും വേണം. മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. അവർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതോടുകൂടി തന്നെ ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് അവർ ആക്ഷൻ എടുത്തു, അവർ പ്രവർത്തിച്ചു. ഇതാണ് വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം. പരാജയപ്പെട്ടവന് പരാജയത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റാ ഉള്ളത്. എവിടെ? ഉപബോധ മനസ്സിൽ. എന്താ ഉപബോധ മനസ്സെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഉപബോധ മനസ്സെന്ന് പറയുന്നത് അതൊരു അടിമയാണ്, സെർവന്റ് ആണ്. നമ്മൾ എന്ത് പറയുന്നോ അതനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോ ഉപബോധ മനസ്സെന്ന് പറയുന്ന ഈ ഒരു ഭൂതത്തെ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം സൃഷ്ടിക്കുവാനും നേടിയെടുക്കുവാനും ആയി നമുക്ക് സമ്മാനിച്ച ഈ അതുല്യമായിട്ടുള്ള ഈ ഒരു സമ്മാനപ്പെട്ടിയെ മോശമായി ഉപയോഗിച്ച് നെഗറ്റീവ് പറഞ്ഞ്, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയുള്ളൂ, പണം മരത്തിൽ കായ്ക്കില്ല,
വിജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. PSC ഒന്നും ആർക്കും കിട്ടൂല. ഇങ്ങനെ നിരന്തരം പറഞ്ഞ് അതുപോലെ തന്നെ ഇയാളും ഇയാളുടെ ഫാദറും എല്ലാവരും ഈ രൂപത്തിലുള്ള നെഗറ്റീവ് ബ്ലൂ പ്രിന്റിൽ ജീവിക്കുന്നത് കണ്ട് കേട്ട് അനുഭവിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഇയാളുടെ ഉള്ളിലുണ്ട്. വിജയിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഒരു കഥ പറയാറുണ്ട്. എപ്പോഴും പറയുന്ന കഥയാണ്. അത് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിരസത തോന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു ഗോപാലനും ഒരു ഗണേശനും രണ്ടുപേരും അടുത്തടുത്ത് താമസിക്കുന്നു. ഗോപാലനും ഗണേശനും രണ്ടുപേർക്കും പിതാവില്ല. പിതാവ് ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഗോപാലനും ഗണേശനും അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഗോപാലന്റെ അമ്മ എന്നും പറയും, രാവിലെ പറയും, മോനെ പൈസ ഇല്ല, ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല, നല്ല ഡ്രസ്സ് വാങ്ങാൻ പണമില്ല, സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോവാൻ ഗോപാലിന് വകയില്ല, എന്നും അമ്മ പറയും, ഉള്ളതിട്ടോ മോനെ. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു ഐസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ പൈസ ഇല്ല. എന്നാൽ ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഗണേശൻ എന്നും അമ്മ പറയും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അമ്മ ഗണേശനോട് പറയും, മോനെ എടാ നമുക്കതെല്ലാം വാങ്ങണം, എടാ നമുക്ക് നല്ല ഡ്രസ്സ് വാങ്ങണം, നമുക്ക് നല്ല വീടൊക്കെ ഉണ്ടാക്കണം മോനെ, നമുക്ക് നല്ല പണമൊക്കെ നമുക്ക് ഉണ്ടാക്കണം, നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണം, മോൻ ഉഷാറായി, ഉള്ളത് കൊണ്ട് ഇപ്പൊ ഉഷാറായിപ്പോ, മോനെ എല്ലാം നമുക്ക് നേടിയെടുക്കാം. നോക്കണം, ഒരേ അവസ്ഥ. അപ്പൊ ഗോപാലന്റെ മദർ പറയുന്നു ഒന്നുമില്ല, നിരാശ. ഇത് തന്നെ ഗണേശൻ അമ്മ എന്ത് പറയുന്നു, ഇപ്പൊ ഇല്ലാത്ത നോക്കണം, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാവും. ഈ രണ്ടാൾക്കാർ വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഗണേശൻ അയാൾ ഉണ്ടാക്കിയിരിക്കും. അത് തന്നെയാണ് ഈ രൂപത്തിലുള്ള ബ്ലൂ പ്രിന്റ്. ഒരുപക്ഷെ ഒരുപക്ഷെ ഒരു ക്ലാസ് ആയിരിക്കാം, ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കാം. നമ്മുടെ ഫ്രാൻസിന്റെ ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ ഒരു കൈനോട്ടക്കാരനെ പോയി സമീപിച്ച ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കൈനോട്ടക്കാരനോട് ചോദിച്ചു, എന്റെ കൈ എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ചക്രവർത്തിയാവുമോ, അല്ലെങ്കിൽ എന്റെ ഭാവി എന്ത്? അപ്പൊ കൈനോട്ടക്കാരൻ പറഞ്ഞു, ഇതെന്ത്, നീ ഭാഗ്യം കെട്ട ആളാണ്, കാരണം നിന്റെ രേഖ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ബ്ലേഡ് എടുത്തിട്ട് ഈ രേഖ ശരിക്കങ്ങ് വരച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ നോക്കൂ, ഇപ്പൊ എന്റെ രേഖ എങ്ങനെയുണ്ട്? അപ്പൊ കൈനോട്ടക്കാരൻ പറഞ്ഞു, നീ നിന്റെ രേഖ വരച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമായ ജീവിതം മോനെ നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഒരു മോട്ടിവേഷൻ വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഒരു ഉത്ബോധനമായിരിക്കാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ വായിച്ചതായിരിക്കാം, ഒരു ക്ലാസ് കേട്ടതായിരിക്കാം, ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഏതെങ്കിലും രൂപത്തിൽ ഒരു സംഭവം കൊള്ളിയാൽ മിന്നി അത് കത്തി. നമ്മുടെ എന്താ പറയാ, അമേരിക്കയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ബോക്സർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? കാലിഫോർണിയയിലെ ഗവർണർ ആയിട്ടുള്ള ഒരു ബോക്സർ, പേര് ഞാൻ വിട്ടുപോയി. ആരെങ്കിലും അറിയാമോ? കാലിഫോർണിയയിലെ ഗവർണർ ആയിട്ടുള്ള ഒരു ഫൈറ്റർ, പേര് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. എനിവൺ? ആർക്കും അദ്ദേഹത്തിന്റെ പേരറിയില്ല. അദ്ദേഹം കാലിഫോർണിയ ഗവർണർ ആയിരുന്നു. ആർണോൾഡ് ഷ്വാസ്നഗർ. വെരി ഗുഡ്. അതാരാ പറഞ്ഞേ? വെരി ഗുഡ്, സന്തോഷം. ആർണോൾഡ് ഷ്വാസ്നഗർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആർണോൾഡ് ഷ്വാസ്നഗറിന്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല, വെറുപ്പായിരുന്നു, ഒടുക്കത്തെ വെറുപ്പായിരുന്നു. എന്താ കാരണം? ആർണോൾഡ് ഷ്വാസ്നഗറിന്റെ ഫേസ് കട്ട് കാണുമ്പോ ഇദ്ദേഹത്തിന് അമ്മയുടെ സുഹൃത്തിന്റെ ഒരു ഛായ. അതായത് ആർണോൾഡ് ഷ്വാസ്നഗർ തന്റെ മകനല്ല എന്നതായിരുന്നു അച്ഛന്റെ വിചാരം. അതുകൊണ്ട് എന്നും പീഡിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക, ദുരന്തം എന്നും ഒരു ദുരന്ത കുട്ടിക്കാലമായിരുന്നു. നീ പോണം, പഠിക്കണം. ഇദ്ദേഹം നാട് വിട്ടുപോയതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12ാമത്തെ വയസ്സിൽ ഈ ആർണോൾഡ് ഷ്വാസ്നഗർ നാട് വിട്ടുപോയി വിയറ്റ്നാമിലൂടെ തെരുവിലൂടെ നടക്കുന്ന സമയത്ത്
ഏതോ ഒരു മോട്ടിവേഷൻ ട്രെയിനർ പറഞ്ഞു, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ നിങ്ങൾ താലോലിച്ച് വളർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഉയരം വരെയും കീഴടക്കാൻ പറ്റുമെന്നുള്ള ഒരൊറ്റ മോട്ടിവേഷന്റെ വാക്കുകൊണ്ട് അതിൽ കത്തിയാണ് ആർണോൾഡ് ഷ്വാർസ്നെഗർ പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ എക്കാലത്തെയും മികച്ച ഒരു ബോക്സറാവുകയും ഒരു സിനിമാ നടനാവുകയും ഒരു കോടീശ്വരനാവുകയും ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതിമ അമേരിക്കയിലുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം പ്രതിമയുടെ മുമ്പിൽ നിന്ന് കടല കൊറിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ആർണോൾഡ് ഷ്വാർസ്നെഗർ. നമ്മൾ മനസ്സിലാക്കണം, ജീവിച്ചിരിക്കുമ്പോൾ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആൾക്കാരും തമ്മിൽ വ്യത്യാസം ഈ ബ്ലൂ പ്രിന്റും കാഴ്ചപ്പാടും മാത്രമാണ്. ബ്ലൂ പ്രിന്റും കാഴ്ചപ്പാടും ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ചുള്ള ആക്ഷനുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും രാവിലെ സെഷൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ബ്ലൂ പ്രിന്റ് വിജയിച്ച ആളുടെ ബ്ലൂ പ്രിന്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ എടുക്കും, രാവിലെ അത് കേൾക്കും. ഈ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട, ആത്മാർത്ഥമായി ചോദിക്കട്ടെ. ഞാനിപ്പോ ഏകദേശം ഒരു അരമണിക്കൂറിലധികം നിങ്ങളോട് സംസാരിച്ചു. സത്യസന്ധമായി പറയും, ഞാൻ ഈ പറയുന്നതല്ലേ സത്യം? അതായത് ഉപബോധ മനസ്സിൽ നമ്മൾ അനാവശ്യമായ സജഷൻസ് കൊടുത്തു നമ്മൾ അറിയാതെ കൊടുത്തു നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഭൂപടമുണ്ട് ജീവിതത്തെക്കുറിച്ച്. കഷ്ടത നിറഞ്ഞൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിന്റ് നമുക്കിങ്ങനെ പ്രൊജക്ഷനായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ നിരന്തരമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇതല്ലേ സത്യം? പ്ലീസ് ടൈപ്പ്. ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും, ഒന്ന് ടൈപ്പ് ചെയ്ത്. ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. നിങ്ങൾ എത്രത്തോളം ആൾക്കാർ ഈ ക്ലാസ് കേൾക്കുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കേൾക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് എൻഗേജ് ആവുമല്ലോ. ചില ആളുകൾ കേൾക്കുമ്പോഴാണ് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സ് വേറെ പോവും. ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇതാണ് സത്യം. ഞാൻ ഈ പറയുന്നത് പച്ച യാഥാർത്ഥ്യമാണ്. നമ്മുടെ ബോധ മനസ്സാണ് കപ്പിത്താൻ. എന്താ ബോധ മനസ്സോട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവർ. എന്താ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്ന എന്തായിരിക്കും? ഒരുപക്ഷെ ചില ആളുകൾ ഇങ്ങനെയുള്ള ക്ലാസ് ഒന്നും കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടാവും. പിന്നെ അവർക്ക് എന്ത് കേട്ടിട്ടാ ഗുണം ഉണ്ടാവുക? മനസ്സിലായില്ല. പിന്നെ എന്ത് കേട്ടിട്ടാരും ഗുണം ഉണ്ടാവുക? എന്നാൽ ഇതിനേക്കാൾ നല്ലതായിട്ട് അവർ കേൾക്കുന്നത് എന്താ? അവർ കേൾക്കുന്നത് തൊട്ടപ്പുറത്തുള്ളവന് അടുത്ത് പോയിട്ട് ഗോസിപ്പ് കേൾക്കുന്നത്. എന്താ ഗോസിപ്പ്? ഗോസിപ്പ് എന്താണ്? ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുവാനുള്ള 1000 കാരണങ്ങളാണ് ഗോസിപ്പ്. ഇതിങ്ങനെ കേൾക്കുന്നു, ഇതെന്നെ കാണുന്നു, ഇതെന്നെ അനുഭവിക്കുന്നു. അപ്പൊ കൂടുതൽ പ്രശ്നം സങ്കീർണത്തിലോട്ട് പോകും. ഇതാണ് സംഭവം. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, സക്സസ്ഫുൾ പേഴ്സൺ ഹാവ് എ ഡിഫറെന്റ് ബ്ലൂ പ്രിന്റ് ദാൻ അതേഴ്സ്. പരാജയപ്പെട്ടവനിൽ നിന്നും വ്യത്യസ്തമായ ബ്ലൂ പ്രിന്റ് ഉണ്ടാവുന്നു. രണ്ടാമത്തെ കാരണം, ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് അയാൾ പണിയെടുക്കുന്നു. അപ്പൊ സാഹചര്യമല്ല. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനെ പോലത്തെ ഒരു ക്ലാസ് കേട്ട് നിങ്ങളുടെ ഉള്ളിൽ കൊള്ളിയാൽ മിന്നി, സ്പാർക്ക് മിന്നി. ആ സ്പാർക്കിലൂടെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എന്റെ ഡ്രൈവർ തെറ്റായ വഴിയിലൂടെയാണ് എന്റെ ഉപബോധ മനസ്സിനെ എനിക്ക് സർവേശ്വരൻ സമ്മാനിച്ച ഈ സമ്മാന പൊതിയെ എന്റെ ഡ്രൈവർ നയിക്കുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ തിരുത്തണം. അവിടെ തിരുത്താനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അത് തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ കൊടുക്കുന്നു. അയ്യോ, എത്ര പൈസ അവന് കൊടുക്കാനുണ്ട്, ആ പൈസക്ക് ഇപ്പൊ എവിടുന്ന് കിട്ടും ദൈവമേ. നേരത്തെ ഒരാൾ സംസാരിച്ചല്ലോ, സമാധാനമില്ല. പക്ഷെ സമാധാനം ഉണ്ടായി. എന്ത് യാഥാർത്ഥ്യങ്ങളെയും നമുക്കിപ്പോ ചില ആളുകൾ ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ ചോദിക്കും, സാർ പൈസ കൊടുക്കാണ്ടേ പിന്നെ പൈസ കൊടുക്കാണ്ടെന്ന് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ഉണ്ട് നോക്കുക. അവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ആ പ്രശ്നത്തെ പറഞ്ഞ് വീണ്ടും പറഞ്ഞ് പെരുപ്പിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കയറ്റി, ഉപബോധ മനസ്സിലോട്ട് കയറ്റി വീണ്ടും പ്രശ്നങ്ങള് പ്ലസ് കൂനാക്കി ഉണ്ടാക്കുന്നതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ധൈര്യമായിട്ട് അത് നേരിടുക എന്നതാണ്. ധൈര്യമായി നേരിടുക. പണം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനുള്ള വഴി ഏതാ നോക്കുക. വഴി ഒന്നില്ലെങ്കിൽ അയാളോട് നേരിട്ട് സംസാരിക്കുക.
ഒരു കാരണവശാലും എൻ്റെ ഡ്രൈവറെ കൊണ്ട് ഞാൻ എൻ്റെ അകത്തെ ലോകത്തെ കേടുവരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്താ പ്രിയപ്പെട്ടവര്? എന്താ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്താൽ? ഇത് തിരഞ്ഞെടുക്കണേ നമുക്കൊരു ഒരു ഒരു എന്താ പറയാ, പരിശീലനം വേണം. നിങ്ങളെ ഒരാൾ തെറി വിളിച്ചു നോക്കുക. ഒരാൾ നിങ്ങൾ തെറി വിളിച്ചു. ഈ തെറി വിളിക്കുമ്പോ ആ വിളിച്ച തെറി നിങ്ങൾ ഉള്ളിലോട്ട് കയറ്റിയിട്ട് അയ്യോ അവൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളുരുകി മരിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? രണ്ട് ഓപ്ഷൻ ഇല്ലേ അവിടെ? എന്താ രണ്ട് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1, അയാള് പറഞ്ഞു അയാളെ സ്റ്റാൻഡേർഡ്. പണ്ട് ബുദ്ധനെ ചീത്ത പറഞ്ഞപ്പോ ബുദ്ധൻ പറഞ്ഞു ഞാൻ അതൊന്നും സ്വീകരിച്ചില്ല, നിങ്ങൾ തന്നെ എടുത്തോളി. മനസ്സിലായില്ലേ? അപ്പൊ അയാളെ ഓപ്ഷൻ പറഞ്ഞു. എന്റെ സമാധാനം കെടുത്താൻ അയാളെ വാക്ക് ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാലോ. നിങ്ങൾ ആരോടെങ്കിലും പറയോ? നിങ്ങളോട് ആരെങ്കിലും പറയോ നിങ്ങളെങ്ങാനും ടെൻഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും, അറസ്റ്റ് ചെയ്യും, തൂക്കിക്കൊല്ലും? ആരും പറയില്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ നമ്മള് ഒരാളുടെ വാക്ക് കേട്ട് തകർന്ന് തരിപ്പണമാവാനുള്ള ഓപ്ഷൻ എന്തുകൊണ്ട് എടുത്തു? നമുക്ക് പരിശീലനം കിട്ടിയിട്ടില്ല. കിട്ടിയ പരിശീലനം ഇതാണ്. ഏത്? ബ്ലൂ പ്രിന്റ് മോശമായ ബ്ലൂ പ്രിന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും തകർന്ന് തരിപ്പണമാകുന്ന, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ബ്ലൂ പ്രിന്റ്. അതന്നെ വ്യത്യാസം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആൾക്കാരും തമ്മിൽ വ്യത്യാസം ഇതേ ഉള്ളൂ. അവരുടെ ബ്ലൂ പ്രിന്റ് വിജയിച്ചവരുടെ ബ്ലൂ പ്രിന്റ് ആണ്. രണ്ടാമത്തെ വ്യത്യാസം, ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് അവർ ആക്ഷൻ എടുക്കും. വേറെ ഒന്നുമല്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈ ചൈതന്യത്തിന് അനന്തമായ ശക്തിയുണ്ട്, പറഞ്ഞാൽ തീരാത്ത ശക്തിയുണ്ട്. അതിശക്തമായ പവർഫുൾ ആയിട്ടുള്ള ഒരു വീപ്പണാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഉപബോധ മനസ്സിനോളം ശക്തിയുള്ള ഒരു സംഭവവും ഇല്ല. അപ്പൊ എത്ര ഘട്ടത്തിൽ കടന്നവരാണെങ്കിലും അയാൾക്ക് വിജയിക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അയാളുടെ ഉള്ളിൽ ഒരു പവർ മിന്നി, അയാൾ തന്റെ സ്വയം ശക്തിയെ തിരിച്ചറിഞ്ഞ് തന്റെ ഡ്രൈവറിന് എഡ്യൂക്കേഷൻ കൊടുത്ത്, എടാ മണ്ടച്ചാരെ അനാവശ്യമായത് കമാൻഡ് കൊടുക്കല്ലേ, കമാൻഡ് കൊടുത്താൽ കൊടുക്കുന്നതൊക്കെ അങ്ങോട്ട് വരും. ചില ആൾക്കാർ പറയാറുണ്ട്, എന്താ പറയാന്നറിയോ? കുട്ടി കാറിൽ നുരഞ്ഞു. അപ്പോ ഇയാൾ പറയും കാറല്ല, ഇപ്പൊ കാറിൽ തുടങ്ങി, ഇനിയിപ്പോ എന്താ പറയാ, അപ്പുറത്ത് ബൈക്കിന്റെ അതിപ്പോ കേടുവരും. കാലിന് വെച്ചുത്തി, അയ്യോ കാലിൽ വെച്ചു, എവിടെ ഇറങ്ങിയാലും എനിക്ക് ദുരന്തം. മനസ്സിലായില്ലേ? എന്തിനാ നമ്മൾ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പറയാൻ കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് ആണ്. അതിനെ മാറ്റി സ്ഥാപിക്കുവാൻ നമുക്ക് പരിശീലനം ആവശ്യമാണ്. കാല് വെച്ചുത്തി, വേദനിച്ചു, താഴോട്ട് നോക്കി, വെച്ചുത്തിട്ടല്ലേ ഉള്ളൂ, ഒരു വിരലിന് എന്തോ ആയിട്ടല്ലേ ഉള്ളൂ, ഇത്ര വിരൽ വേറുണ്ട്, ഒന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാൻ എന്താ നമുക്ക് പറ്റാത്തത്? ബ്ലൂ പ്രിന്റ് ഓക്കെ അല്ല. അതുകൊണ്ട് വാട്ട് ഈസ് ബ്ലൂ പ്രിന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റ കാരണം കൂടി പറയാം. അതായത് ഒരു വീട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ടൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും, ഒരു മാപ്പ് ഉണ്ടാവും. ആ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണോ അങ്ങനെയാണ് വീട്. ആ വീടിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ ബ്ലൂ പ്രിന്റ് തകരാറുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിന്റ് എന്താണോ അതാണ് നമ്മുടെ ജീവിതം. ആ ബ്ലൂ പ്രിന്റ് പ്രശ്നമുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നമുള്ളതാണ്. ആ ബ്ലൂ പ്രിന്റ് ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ ജീവിതം ഹെൽത്തിയാണ്. സിമ്പിൾ. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് ഒരൊറ്റ സെന്റൻസ് ഞാൻ മറുപടി പറയാം. നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ പരിശീലിപ്പിക്കണം, നല്ല നോളജ് കൊടുത്തുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്ലാസ് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇനി ഞാൻ അനാവശ്യമായിട്ട് വെറുതെ കാട് കയറി ചിന്തിച്ച് എന്നെ തന്നെ നശിപ്പിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയില്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ. എന്റെ ഈ ഒരു ഇത്രയും സമയത്തെ സെഷൻ കേട്ടപ്പോ ഇനി ഞാൻ അനാവശ്യമായിട്ട് എന്റെ ചിന്തകളെ എനിക്കെതിരെ തന്നെ തിരിച്ചുകൊണ്ട് ഞാൻ തകർക്കില്ല, എന്നെ നശിപ്പിക്കുവാൻ ഞാൻ റെഡിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? യെസ് ഓർ നോ? അപ്പോ വിജയിക്കുവാനുള്ള വഴി നിങ്ങൾ മനസ്സിലാക്കി. ഇതന്നെ വഴി. എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം? ഇതന്നെ വഴി. തിരിച്ചറിഞ്ഞു, നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി ഇത് ശരിയല്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഈ ഒരു സത്യം തിരിച്ചറിയുക. അനാവശ്യമായി എന്തെങ്കിലും കാട് കയറി ചിന്തിക്കാതിരിക്കുക.
നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ചിന്തയും മിസ്സാവില്ല. നമ്മളൊരു മാവിൽ ഒരു കല്ലെറിഞ്ഞാൽ ചിലപ്പോൾ മാങ്ങ കൊണ്ടിട്ടില്ലെങ്കിൽ അത് മിസ്സാവും. എന്നാൽ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഒരു ചിന്ത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ആ ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിലെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിജയമില്ല, പണമില്ല, പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി സന്നദ്ധനാവുക. ഇപ്പൊ ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും സൗജന്യമായിട്ട് 6 മണിക്ക് ഇതുപോലെ ക്ലാസ് ഉണ്ട്. എത്ര ആളുകൾ, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, പഴയ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും ആ ഒരു സെഷനിൽ പങ്കെടുക്കുക. അത് വിജയിക്കുവാനുള്ള ഒരു വഴിയാണ്. കാരണം ഇതുപോലെ സെഷൻ, ഞാൻ ചോദിക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഒരു സെഷന് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നോ? ഇല്ലേ? എസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇല്ലേ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. ഇങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ശ്രദ്ധയില്ലാതെ ജീവിച്ചു. മനസ്സിലായില്ലേ? ഒരു ശ്രദ്ധയില്ലാതെ ജീവിച്ചതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ ദിവസവും സൗജന്യമായിട്ടുള്ള ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക. തികച്ചും സൗജന്യമായിട്ടുള്ള ഈ ഒരു സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഒരു 3ാം വാർഷികമുണ്ട്. ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബിന്റെ 3ാം വാർഷികം നമ്മൾ സമുചിതമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അത് ജൂൺ 23-നാണ്. ജൂൺ 23 ഞായറാഴ്ചയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അപ്പോൾ അതിൽ ഹാപ്പി പാർക്കിന്റെ ഒരുപാട് പ്രവർത്തകരെ നിങ്ങൾക്ക് അടുത്തറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഇഷ്യൂസ് പറഞ്ഞ ആൾക്കാരുണ്ട്, പല ഇഷ്യൂസ് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയുന്നു, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഈ മെഡിറ്റേഷൻ ക്ലബിൽ പങ്കെടുക്കുക, രാവിലത്തെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും കേൾക്കുക. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ്, വർക്ക്ഷോപ്പുകൾ ഉണ്ട് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള. ഇപ്പൊ EFT, നേരത്തെ ഒരാൾ EFTയുടെ ഫുൾ ഫോം ചോദിച്ചു. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ ഫ്രീ ആക്കുന്ന ടെക്നിക്കാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്. ഈ ഒരു പ്രോഗ്രാം അത് നമ്മൾ നെക്സ്റ്റ് മന്തിൽ അത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. തീർച്ചയായിട്ടും അതിന്റെ ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അറിയും. ഇപ്പോ നമ്മുടെ പ്രോഗ്രാം, മുമ്പിലുള്ള പ്രോഗ്രാം ഇതാണ്. അതായത് 23-ാം തീയതി 9:30 മുതൽ വൈകുന്നേരം 5 മണി, ഒരു 6 മണിയാവും. അത് പറഞ്ഞു തരുള്ളൂ, ഒരു 6 മണി വരെ ഇതിന്റെ 3ാം വാർഷികമാണ്. ഇതില് ഇതേപോലെ കൈകളില്ലാത്ത, 2 കൈകളുമില്ലാത്ത, കാലുകൾ ശരിക്കും പ്രവർത്തിക്കാത്ത, തികച്ചും ഒരു മാംസപിണ്ഡം മാത്രമായിരുന്ന ഒരു എന്താ പറയാ, ഒരു സെലിബ്രിറ്റി ഉണ്ട്. തന്റെ മനക്കരുത്തുകൊണ്ട് ജീവിതത്തിൽ വിജയം അനായാസം പിടിച്ചു കയറിയ, ഖത്തർ വേൾഡ് കപ്പിൽ മെസ്സിയെയും അതുപോലെ തന്നെ റൊണാൾഡോ ഉൾപ്പെടെയുള്ള എല്ലാ മേജർ കളിക്കാരുമായിട്ട് സംസാരിക്കുവാൻ ഖത്തർ ഗവൺമെന്റ് അനുവാദം കൊടുത്ത, മനസ്സിനെ ശരിക്ക് ഉപയോഗിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ച ഈ ഒരു ബാലൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രഷറിൽ 2024 ട്രഷർ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കോഴ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 30 ലക്ഷങ്ങൾ എഴുതി വെക്കണം. 30 ലക്ഷങ്ങൾ. ഈ ട്രഷർ കോഴ്സ് കഴിയുന്നതിന്റെ അതിന്റെ ഇടക്ക് കഴിയേണ്ട, ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ലക്ഷ്യം നമ്മളെ മകളുടെ കല്യാണം, വീട് പണി പൂർത്തിയാക്കുക. അതൊന്നും ഒരുപക്ഷെ 6 മാസത്തിന്റെ ഉള്ളിൽ മകള് കല്യാണത്തിന് പ്രായമായിട്ടില്ലെങ്കിൽ ആവില്ല. അതല്ലാത്ത അവരെഴുതി വെച്ച ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്ത, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ മാറ്റം വരുത്തിയ ഒരുപാട് ട്രഷറിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. അവർക്കുള്ള അനുമോദനമുണ്ട്. അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അതേപോലെ തന്നെ ഇതിന്റെ 3ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ്, ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനുപരി നമ്മുടെ ഉപബോധ മനസ്സിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ, അതായത് ബ്ലൂ പ്രിന്റുകളെ, നെഗറ്റീവ് ബ്ലൂ പ്രിന്റുകളെ തച്ച് തകർത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു തെറാപ്പി ഉൾപ്പെടെയുള്ള അതിശക്തമായുള്ള വർക്ക്ഷോപ്പ്, ഇതെല്ലാം കൂടി അടങ്ങിയ ഒരു പാക്കേജാണ് 2024
ജൂൺ 23 ഞായറാഴ്ച നമ്മൾ കോഴിക്കോട് നടക്കുന്നത്. അത് ഓൾമോസ്റ്റ് അതിന്റെ രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്. ഇനി വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ 95 67 800 617 എന്ന നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ബോധപൂർവം ജീവിക്കുക. തമാശയായി കളിയായി ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടും തൻ്റെ ബോധത്തെ, തൻ്റെ ബുദ്ധിയെ ഞാൻ ഇങ്ങനെ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമുക്ക് മാത്രമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ ആൻസറിന്റെ സെഷനാണ്. നിങ്ങൾക്ക് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ റൈറ്റ് നൗ. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? വാട്ട് യു ഫീൽ വെൻ യു ഹിയർ ദിസ് ക്ലാസ്? വാട്ട് യു ഫീൽ വെൻ യു ഹിയർ ദിസ് ക്ലാസ്? നല്ല ഫീൽ ആയിരുന്നു സാർ. സാർ പറഞ്ഞത് 100% കറക്റ്റ് ആയിരുന്നു. സാർ പറഞ്ഞ 100% സത്യം, കറക്റ്റായ കാര്യം തന്നെയാണ്. കറക്റ്റായ കാര്യമാണ്. നമുക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റി സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഇല്ലെങ്കിൽ സാറേ ഇപ്പൊ സാറ് പറഞ്ഞ് നമ്മളിപ്പം നമ്മുടെ കയ്യിലിപ്പം ഇപ്പൊ ഉദാഹരണമായിട്ട് പൈസ നമുക്കിപ്പം ഇല്ല എന്ന് പറയരുത് എന്നുള്ള ഒരു ഇത് വന്നത്. അപ്പം നമ്മളോടിപ്പം ഇപ്പം മാസാവസാനമൊക്കെ ആകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വാഭാവികമായിട്ടും ഒരു 10-20 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ, സാറിന് അറിയാമല്ലോ, സാർ ഒരു ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അപ്പം നമുക്കിപ്പം ഒരാളിപ്പം നമ്മളോട് പൈസ വെച്ച് കുറച്ച് പൈസ കടം തരുമോ എന്ന് ചോദിക്കുക. അപ്പൊ നമ്മുടെ പൈസ ഇല്ല. അപ്പൊ എന്ന് അന്നേരം നമ്മൾ പൈസ ഇല്ല എന്ന് തന്നെയല്ലേ അന്നേരം. അപ്പൊ നമ്മൾ ആ ഇല്ലായ്മയെ, അതായത് സാറേ ഒരു മിനിറ്റ്, അതായത് നമ്മള് പൈസ ഇല്ല എങ്കിൽ നമ്മൾ പൈസ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാണ്ട് പൈസ ഇല്ലാതെ പൈസ ഉണ്ട് എന്നല്ല പറയേണ്ടത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അതായത് നമ്മൾ പൊതുവെ ഈ രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് ഇല്ലാതെ പൈസ ലാഭിക്കാനും പിഷിക്കാനും, കാരണം പണം എന്ന് പറയുന്നത് അബാൻഡൻസ് ആണ്, പരിധിയില്ലാതെ ഉള്ള സാധനമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിച്ച്, അതായത് എപ്പോഴും പണത്തെ കുറിച്ച് പേടിച്ച് ബേജാറായി, കാരണം നമ്മുടെ ബ്ലൂ പ്രിന്റ് ആ രൂപത്തിലുള്ളതാണ്. പക്ഷെ അതിനുപരിയായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ധാരാളമായ ധനം എന്നിലേക്ക് വരും. പണം എന്നത് ഇഷ്ടംപോലെ ഉള്ള സംഭവമാണ്. പണം എനിക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതൊക്കെ നൈമിഷിക ഈ ഒരു സമയത്ത് മാത്രമുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ് എന്നൊക്കെ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറെ അങ്ങ് പറയുമ്പോൾ നമുക്ക് ഈ പറയപ്പെട്ട പണവുമായി ബന്ധപ്പെട്ട ഈ രൂപത്തിലുള്ള ഒരു 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 ലിമിറ്റേഷൻസ് അങ്ങ് വിട്ടുപോകും. എന്നെ സംബന്ധിച്ച് അറിയാം അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പൊ അതല്ല, എല്ലാം മാറി. അതെന്തുകൊണ്ട് മാറി? നമ്മൾ ഈ ലിമിറ്റേഷൻസ് വിട്ടുകൊണ്ട് കളിച്ചത് കൊണ്ട് എല്ലാം മാറി. നേരെ മറിച്ച് ഞാനും ഇതേപോലെ തന്നെ എന്താ പറയാ, ഒരു ലിമിറ്റഡ് വരുമാനമേ ഉള്ളൂ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ പോവായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അഡിക്ഷനിലോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എനിക്ക് പണം വരും. ഇത് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമാവില്ല. ഇത് നമ്മൾ പരിശീലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ഇന്ന് പറഞ്ഞ് നാളെ തന്നെ നിങ്ങൾക്ക് ആ അവസ്ഥ വരും എന്ന് ഞാൻ പറയില്ല. അതിന് ചിലപ്പോൾ 6 മാസം, 1 വർഷമോ 2 വർഷമൊക്കെ വേണ്ടി വന്നേക്കാം നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച്. അങ്ങനെ ഒരു മാറ്റമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് പറയുന്നത്. അതല്ലാതെ ഒരാൾ നമ്മളോട് പൈസ കടം ചോദിച്ചു, നമ്മളെടുത്തില്ല, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. പ്രത്യേകിച്ച് കടം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ സാർ ഒരു കാര്യം പറയാനുണ്ട്. പറയൂ സാർ. രാവിലെ 6 മണിയുടെ ക്ലാസ്, 6 മണി എന്ന് പറയുമ്പോൾ ഗൾഫിലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു സമയമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗൾഫിലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സമയമാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, സാറ് ഗൾഫിൽ ഏത് രാജ്യത്തായിരുന്നു സാർ? ഞാൻ ദുബായില്. ഓക്കെ, നിങ്ങൾ ഹാപ്പി പാർക്കിന്റെ ഏതെങ്കിലും നമ്പറിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ മറ്റോ ഉണ്ടോ? ഉണ്ട്, ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, നമ്മൾ അഡ്മിനുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യും കേട്ടോ, നമുക്ക് നോക്കാം. പിന്നെ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ പ്രോഗ്രാം ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ പ്രോഗ്രാം നമുക്ക് ഉണ്ടാവും. ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. നമ്മുടെ ഹാപ്പി പാർക്ക് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിന്റെ അഡ്മിനുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, ശരി സാറേ. ഒരു കാര്യം ചെയ്യൂ, ഈ 23-ാം തീയതി പ്രോഗ്രാം പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ലിങ്ക് ഇട്ട് കൊടുത്തോളൂ. ആ ലിങ്കിൽ ഒന്ന് പരമാവധി ജോയിൻ ചെയ്യുക. നമുക്ക് പരസ്പരം കാണാം. നമ്മുടെ ഒക്കെ ഈ
ഈ പറയപ്പെട്ട എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സും എല്ലാം പൊട്ടിച്ച് തകർത്തെറിഞ്ഞ് ഒരു ഹാപ്പി ആയ ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്. ഹാപ്പി പാർക്കിലൂടെ നിങ്ങൾക്ക് ഇത് സാധ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി പാർക്കിന്റെ ഇപ്പൊ EFT അഡ്വാൻസ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വാട്ട് യു ഫീൽ മൈ ഡിയർ ഫ്രണ്ട്സ് വെൻ യു ഡു EFT അഡ്വാൻസ്? സത്യസന്ധമായി എന്ന് പറഞ്ഞ് ആരാണ്? നേരത്തെ ഷിഹാബ് പറഞ്ഞു. ഇനി ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർക്ക് സംസാരിക്കാം. ഇപ്പൊ കുറെ ആൾക്കാർ, പുതിയ ആൾക്കാർ, അവർക്ക് ഒന്ന് കേൾക്കട്ടെ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റം? പ്ലീസ് കം. ഞാൻ രേണുകാദേവി. രേണുകാദേവി, എറണാകുളത്ത്. അതെ. എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിൽ ചേരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വരുമെന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തകൾ വന്നിങ്ങനെ എനിക്ക് ശരിക്കും എൻ്റെ കുറേ കൊല്ലങ്ങൾ തന്നെ എന്നെ പോയി. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഹാപ്പി പാർക്കിൽ വന്നത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇപ്പൊ എനിക്ക് ശരിക്കും ഈ ചിന്തകള്, എനിക്ക് ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെൻഷൻ കുറഞ്ഞപ്പോ ശാരീരികമായിട്ടും സുഖം കിട്ടാൻ തുടങ്ങി. പിന്നെ ഓരോ വിഷമാവസ്ഥകളും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെപ്പറ്റിയുള്ള ടെൻഷൻ കുറയും. അപ്പൊ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയും നമുക്ക് ചുറ്റുമുള്ളവരും പോസിറ്റീവ് ആവുന്നു. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നു. പോസിറ്റീവായിട്ട് എല്ലാം സംഭവിക്കുന്നു. എനിക്ക് ശരിക്കും സന്തോഷം കിട്ടുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഹാപ്പി പാർക്കിലേക്ക് എത്തിപ്പെടാൻ വൈകിയതിലും ദുഃഖമുണ്ട്. മെന്റർ ആണെങ്കിലും എന്നെ എന്നും വിളിച്ചിട്ട് സംശയങ്ങൾ നിവർത്തിച്ചു തരുന്നുണ്ട്. കരീം സാറിനും ടീമിനും 1000 നന്ദി. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടില്ല. എൻ്റെ 50% ടെൻഷനും കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ചിന്തിക്കാത്ത കൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തകൾ കൂടുതൽ വരുന്നില്ല. അതൊരു മാജിക് തന്നെയാണ്. സാറിന്റെ വാക്കുകളാണ് എന്നെ ഈ തരത്തിൽ എത്തിച്ചത്. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സർ. ഓക്കെ, വളരെ സന്തോഷം. EFT അഡ്വാൻസ് പങ്കെടുത്ത ആളാണോ ഇത്? സഞ്ജിത് ആരായിരുന്നു? സഞ്ജിത് പങ്കെടുത്ത ആളാണോ? അല്ല. ഓക്കെ, അത് നമ്മൾ ലൈവ് ക്ലാസ് ആണ് സർ. ലൈവ് റെക്കോർഡിംഗ് അല്ല, ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവുക. അത് ഇനി വരുന്ന സമയത്ത് അറിയിക്കും. നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഇനി ഒരാൾ കൂടി സംസാരിക്കാം. രേണുകാദേവി സംസാരിച്ചതുപോലെ ലൈഫിൽ മാറ്റമുണ്ടായ ഒരാൾ കൂടി സംസാരിക്കാം. എനിവൺ? ആരാണ് സംസാരിക്കുന്നത്? Come to the mic point. ഓക്കെ, പുതിയതായിട്ട് ആരെങ്കിലും ഒരാൾ സംസാരിക്കും? സർ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഗൾഫിലുള്ളവർക്ക് പറ്റുന്ന സമയം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആക്കേണ്ട കാര്യം ഞാൻ അഡ്മിനോട് സംസാരിച്ചോളൂ സർ. അപ്പൊ അവര് പറഞ്ഞത് ഒരു 50 ആളെങ്കിലും ഉണ്ടെങ്കിൽ തുടങ്ങാന്നാ പറഞ്ഞത്. പക്ഷെ 50 ഒന്നല്ല, ഒരുപാട് ആളുകൾ ഇവിടെ 6 മണി ആയതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾ പങ്കെടുക്കും. നോക്കാം സർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗൾഫിൽ ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഗൾഫിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗൾഫിൽ പറ്റുന്നവർക്ക് പറ്റുന്ന ഒരു സമയമാക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഓക്കെ. നിങ്ങളൊന്ന് അഡ്മിനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരോടൊക്കെ EFT ഒക്കെ നമ്മൾ ഓൺലൈനിൽ ചെയ്യാറുണ്ട് സർ. ഓൺലൈൻ നടത്താറുണ്ട്. ഒത്തിരി ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. സൗദി, പിന്നെ ഒമാന്, കുവൈത്ത്, എന്താ പറയാ, ഖത്തർ, UAE, എല്ലാ രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ ക്ലോസ് പങ്കെടുക്കുന്നുണ്ട്. സാർ EFT ഒന്നും പങ്കെടുത്തിട്ടില്ലല്ലോ? പങ്കെടുത്തിട്ടുണ്ടാവും? ഇല്ല, EFT ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഓക്കെ സാർ, എത്രയായി വന്നിട്ട് ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എത്രയായി? ഞാനൊരു 2-3 മാസമായിട്ടുള്ളൂ. ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതേപോലെ ലൈവ് അറ്റൻഡ് ചെയ്യാറുണ്ട്. 2-3 മാസമായിട്ടേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. നിങ്ങൾ വിദേശികൾക്ക് നമുക്ക് ആ രീതിയിൽ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ആഗ്രഹിക്കുന്നു. നമ്മളും പറഞ്ഞതുപോലെ തന്നെ UAE വരാൻ വേണ്ടി ഒരുപാടായി ശ്രമിക്കുന്ന സമയത്തിന്റെ കുറവുകൊണ്ടാണ് നമ്മളിപ്പോ കഴിഞ്ഞ തവണ വിസ എടുത്തിട്ട് പിന്നെ ക്യാൻസൽ ആക്കിയാണ് സൗദിയിലോട്ട്. അപ്പൊ തീർച്ചയായിട്ടും സമീപ ഭാവിയിൽ നമ്മളും അങ്ങോട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് വരേണ്ട 1-2 കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും വരുന്ന സമയത്ത് നമുക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ശരി, വളരെ സന്തോഷം. ഡെയിലി കുവൈത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുണ്ട് രാവിലെ.
യെസ് കുവൈറ്റിൽ പങ്കെടുക്കുന്ന ഹാജറ ആളുകൾ ഹാജറ യെസ് അതുപോലെ എല്ലാവർക്കും സാധിച്ചോളുന്നുണ്ട്. അതെ 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 അവര് അത്രയും ടാസ്ക് എടുത്ത് ചെയ്യുന്നതാണ്. ശരി സാറേ ഇതിനകത്തെ നമ്മള് മെസ്സേജ് 1-2 മെസ്സേജ് കണ്ടായിരുന്നു. ഈ 23rd കോഴിക്കോട് നടക്കുന്ന പ്രോഗ്രാം ഓൺലൈൻ ആണോ എന്ന് ചോദിച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തോളൂ കേട്ടോ. അതെ അത് ഓൺലൈനിലല്ല, അത് ഓഫ്ലൈനാണ്. അത് എന്ന് പറഞ്ഞാൽ ഹാപ്പി പാർക്കിന്റെ കുടുംബ സംഗമമാണ്. കാരണം ഒത്തിരി ആളുകൾ ഒരുപാടായി നമ്മൾ പരസ്പരം കാണുന്നു, ഇതിലൂടെ കേൾക്കുന്നു. അപ്പൊ അതിന് എന്താ പറയാ, അവര് പരസ്പരം കാണാനും ചർച്ച ചെയ്യാനും സംസാരിക്കാനും സ്നേഹം പങ്കിടാനും അതോടൊപ്പം തന്നെ അടിപൊളി ഒരു ട്രെയിനിങ്, അതിശക്തമായ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിൽ ഒരു തെറാപ്പി ഉണ്ടാവും. ആ തെറാപ്പിയിൽ ഉപബോധ മനസ്സിനെ പൊട്ടിച്ച് പേടിയും ഭയവും നമ്മുടെ ലിമിറ്റും ബിലീഫ്സും ഒക്കെ തകർക്കുന്ന അതിശക്തമായ തെറാപ്പി ഉണ്ടാവും. അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പുതിയ ജന്മം ലഭിച്ച ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അത് നമ്മൾ ഓൺലൈനിലല്ല ചെയ്യുന്നത്, അത് തീർത്തും ഓഫ്ലൈനാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സർ. ശരി, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? കുറെ ആൾക്കാരുണ്ട്, ഒരുപക്ഷെ ആളുകൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ? ആ. അപ്പൊ 23rd നടക്കുന്ന പ്രോഗ്രാം ഫാമിലി പ്രോഗ്രാം ആണെന്ന് പറഞ്ഞല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം സാർ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോ, അപ്പൊ ഫാമിലി പ്രോഗ്രാം ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ വരുന്ന ഒരു പ്രോഗ്രാം ആകുമ്പോ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാതെ പോവുമോ? ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട്. ഇല്ലില്ലില്ല, ധാരാളം ആൾക്കാർ ഉണ്ടാകുമ്പോഴാണ് പ്രയോജനം ചെയ്യാം. കാരണം അത്രയും ആൾക്കാരുടെ ഊർജത്തെ അവിടെ അടിപൊളിയാക്കിയിട്ട് എല്ലാവരെയും റൈസപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, നമ്മളെ പ്രോഗ്രാംസ് ഒരു വെറൈറ്റി പ്രോഗ്രാംസ് ആണ്. നമുക്ക് ആളുകൾ അധികം ഉണ്ടാകുമ്പം നമുക്ക് ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള തെറാപ്പിയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, 100%. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ നീ പറഞ്ഞ് നിങ്ങൾ തന്നെ പറയും. കേൾക്കാം സാർ, പറയൂ. ഈ ഇത് ഇപ്പൊ 23ന്റെ പ്രോഗ്രാം എല്ലാവരുടെയും ഫാമിലി പങ്കെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം? ഫാമിലി ഉൾപ്പെടെ പങ്കെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഒരു ദിവസം വൺ ഡേ. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ആ പ്രോഗ്രാമിൽ ഉണ്ടാവും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ആ പ്രോഗ്രാംസിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കൊക്കെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും പരിചയപ്പെടാനൊക്കെ പറ്റും. പിന്നെ മാത്രമല്ല, അതിനൊക്കെ കൃത്യമായ സമയവും നിഷ്ഠയും ചിട്ടയും ഒക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ കോഴ്സ് കഴിഞ്ഞതിന് പിറ്റേന്ന് നിങ്ങൾ എല്ലാവരും പറയും, പങ്കെടുത്തിരുന്നില്ലെങ്കിൽ വലിയ നഷ്ടമെന്ന്. ഒരു സംശയമില്ല. ലൈഫിൽ നമ്പർ ഇല്ലാത്തണ്ടോ? ഉണ്ടല്ലോ, നിങ്ങൾ ആ ഗ്രൂപ്പിലും ചോദിച്ചാൽ മതി. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്, ആ ഗ്രൂപ്പിന്റെ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ അഡ്മിനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, നമ്പറുകൾ. ശരി, അപ്പോ വളരെ വളരെ സന്തോഷം. നമുക്ക് അടുത്ത ഈ നാളെ രാവിലെ എല്ലാവരും ലൈവ് സെഷനിൽ പങ്കെടുക്കുക. സാധിക്കുമെങ്കിലും അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ഒരു പ്രോഗ്രാം വെക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവട്ടെ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ ഒരു ബോധത്തെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.